നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 3, ശ്ലോകം 4. ന കർമ്മണാമനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ചാസന്യസനാദേവാ സിദ്ധിം സമധിഗച്ഛതി. കർമ്മം ചെയ്യാതിരുന്നതുകൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ടു വേണം സന്യാസം സ്വീകരിക്കുവാൻ. ഭൗതിക ചിന്താവ്യഗ്രരായ മനുഷ്യരുടെ ഹൃദയ ശുദ്ധീകരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവയാണ് ആ കർമ്മങ്ങൾ. ഈ ശുദ്ധീകരണം കൂടാതെ പെട്ടെന്ന് ചതുർത്ഥാശ്രമം സന്യാസം സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല. സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ടു മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണ തുല്യനാവാമെന്നാണ് ചില തത്വചിന്തകന്മാരുടെ അഭിപ്രായം. ഭഗവാൻ കൃഷ്ണൻ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഹൃദയശുദ്ധിയില്ലാത്ത സന്യാസം കേവലം സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമത്രേ. മറിച്ച് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടുകയാണെങ്കിൽ അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി, ഭഗവാന് അത് സ്വീകാര്യമായിരിക്കും.